പള്ളികളിലൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പം ചില കാര്യങ്ങളിലൊക്കെ വീഴ്ചകൾ വരാറുണ്ട്. അത് ഇപ്പോൾ വികാരി എന്ന നിലയിൽ എനിക്കും വരാറുണ്ട്. എൻ്റെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന, പള്ളിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കും ഒക്കെ വീഴ്ചകൾ വരാറുണ്ട്. ഈ വീഴ്ചകൾ വന്നു കഴിയുമ്പോഴല്ല, ആ വീഴ്ചകൾ കണ്ടുപിടിക്കാൻ ഭയങ്കരമായ കഴിവുള്ള ആളുകൾ നമ്മുടെയൊക്കെ ഇടവകളിലുണ്ട്. വീഴ്ചകൾ കണ്ടുപിടിക്കും. ഇനി ഇതിൻ്റെ അടുത്ത ട്വിസ്റ്റ് എന്നാണെന്നറിയാമോ? ഇവർ വീഴ്ചകൾ കണ്ടുപിടിക്കുന്നത് ആ പള്ളിയിലെ കാര്യങ്ങളിൽ തിരുത്തലുണ്ടായി പള്ളിയിൽ നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല. ഇത് ചെയ്യണവരെ എങ്ങനെയെങ്കിലും ക്രൂശിക്കാനും അവരുടെ മേൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കാനും അവരുടെ മുമ്പിൽ വഴക്കുണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനുമുള്ള ഒരു കാരണമായിട്ടാണ് അവർ കാണുന്നത്. ഇന്നത്തെ വചനത്തിൽ പറയുന്നത് ഹൃദയ വക്രത എന്നെ തീണ്ടുകയില്ല, ഒരു തിന്മയും ഞാൻ അറിയുകയില്ല. ഹൃദയ വക്രതകൾ പിടിച്ച ഇതുപോലത്തെ ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. ചിലപ്പോൾ നമ്മളും അങ്ങനെയൊക്കെ മാറിപ്പോകാറുണ്ട്. ഒരു കാര്യവും നല്ലതായിട്ട് കാണില്ല. ഒരു മനുഷ്യൻ ചിലപ്പോൾ നന്മയ്ക്ക് വേണ്ടി ചെയ്ത കാര്യമായിരിക്കും, അതുപോലും അവൻ അത് പ്രശസ്തിക്ക് വേണ്ടി ചെയ്തതാണ്, അവൻ അത് കാശിന്റെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. അവിടെ എന്തിനാണ് അത് കൊടുത്തത്? അവിടുന്ന് അവന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഹൃദയ വക്രത പിടിച്ച ആളാണ്, വക്രതയുള്ള ഹൃദയമാണ്, ഒന്നിലും മര്യാദയ്ക്ക് കണ്ടുപിടിക്കുക. ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവർക്ക് പറയണതെന്ന് അറിയാം, ഇവർ ജീവിതത്തിൽ ഒരു കാലത്തും സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ജീവിക്കുകയില്ല. കാരണം ഇവർക്ക് ചുറ്റുപാടുകളിൽ ഇതുപോലത്തെ ആളുകളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഹൃദയ വക്രത പിടിച്ച ആളുകളായിട്ട് നമ്മൾ മാറണുണ്ടോ എന്ന് നമുക്കൊന്ന് ആത്മശോധന നോക്കാം. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.